ഈ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു നന്മ വേണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു നന്മയുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ ക്ലാസ്സിന് പറഞ്ഞിരുന്നു, നാം സ്വയം ഹാപ്പിയാണെങ്കിലേ മറ്റുള്ളവർക്ക് ഹാപ്പി നൽകാൻ പറ്റുകയുള്ളൂ, സന്തോഷം നൽകാൻ പറ്റുകയുള്ളൂ. നേരെ മറിച്ച് ഒരു മാനസിക രോഗിയാണ്, അതല്ലെങ്കിൽ മനസ്സിന് സുഖമില്ലാത്ത ആളാണ്, ടെൻഷനായി നടക്കുന്നയാളാണ്, അവർക്ക് മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അതേപോലെ തന്നെയാണ് സ്വയം മനസ്സിൽ നന്മയുള്ളവർക്കാണ് മറ്റുള്ളവർ നേരെയാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന് പറ്റുകയുള്ളൂ. അതല്ലെങ്കിലോ എവിടെ നോക്കിയാലും ഇവനെ കൊണ്ട് നെഗറ്റീവേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആരും നേരെയാവുന്നത് ഇവർക്ക് കണ്ടുകൂടാ. എന്തേ കാരണം? ഇവൻ്റെ മനസ്സിൻ്റെ അകത്ത് നന്മയുടെ ചെറിയ ഒരു ചിന്ത പോലും ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു എനർജി കൊടുക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് ഈ നന്മയുടെ മനസ്സിൻ്റെ അകത്ത് നിന്നേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നല്ല സ്വഭാവം ആദ്യമായി കൊണ്ട് നാം ശീലിക്കേണ്ടതാകുന്നു. നല്ല സ്വഭാവം മനസ്സിൻ്റെ അകത്ത് ഉള്ളവർക്കാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ പരമാവധി മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ സേവനം ചെയ്യാൻ മതത്തിൻ്റെ ആവശ്യം ഇല്ല. മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ സേവനം ചെയ്യാൻ പറ്റുന്നത്? അല്ലല്ലോ. മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മതം ഉള്ളവനാണെങ്കിലും മതം ഇല്ലാത്തവനാണെങ്കിലും നിരീശ്വരവാദിക്ക് എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ പറ്റും. അതിനൊരു മനസ്സാണ് ആവശ്യം. അപ്പോൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല ഒരു എനർജി കൊടുക്കാൻ പറ്റും. അതിന് നമുക്കതിന് പറ്റിയിരിക്കണം. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഉള്ള സംസാരം, അങ്ങനെയുള്ള ഒരു പെരുമാറ്റം. അതേപോലെ തന്നെ അസൂയ വയ്ക്കാതിരിക്കുക. മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ, നല്ല വീട് വെച്ചത് കാണുമ്പോൾ, നല്ല വാഹനം കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഒരു അസൂയ മനസ്സിൻ്റെ അകത്ത്, അത് പാടില്ല. അപ്പോൾ അസൂയ വെക്കാൻ പാടില്ല. രണ്ട് കാര്യത്തിന് അസൂയ വെക്കാമെന്ന് പറയുന്നുണ്ട്. നേരെ കേൾക്കുക. രണ്ട് കാര്യത്തിന് അസൂയ വെക്കാൻ പറ്റും. എന്താണ് ഒരു കാര്യം? ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ധനം കൊടുത്തിട്ടുണ്ട്, അല്ലേ? ധനം കൊടുത്തിട്ടുണ്ട്. അയാൾ വലിയ പണക്കാരനാണ്, വലിയ മുതലാളിയാണ്. ആ കാരണം കൊണ്ട് അദ്ദേഹം ധാരാളം സദക്കയും സക്കാത്തും പാവങ്ങളെ സഹായിക്കലും വീടുണ്ടാക്കി കൊടുക്കലും അതേപോലെ സാധുക്കളായ പെൺമക്കൾക്ക് അവരെ കെട്ടിച്ചു കൊടുക്കാനും എല്ലാം സഹായിക്കുന്ന ഒരാളുണ്ട്. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. അങ്ങനെയുള്ള ആളെ കാണുമ്പോൾ എനിക്കും അതേപോലെ ഉണ്ടെങ്കിൽ ഞാനും അതേപോലെ സഹായിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു അസൂയ, അല്ലേ, അത് പറ്റുന്നതാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തെ അസൂയ, ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ഇൽമിനെ കൊടുത്തു, ധാരാളം അറിവ് നൽകി, പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്, ഖുർആൻ പാരായണം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ എനിക്കും അറിവ് കിട്ടിയിരുന്നെങ്കിൽ ഞാനും അതേപോലെ തന്നെ ചെയ്യുമായിരുന്നു. ഈ ഒരു ചിന്താഗതി അത് പറ്റും. നേരെ മറിച്ച് അവൻ്റെ ഇൽമക്കൊന്ന് നശിച്ചു പോയിട്ട് എനിക്ക് അവനെക്കാളും വലിയൊരു ഇൽമ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു ചിന്താഗതി പാടില്ല. അതേപോലെ തന്നെ അവൻ വലിയ പണക്കാരനാണ്, വലിയ വീടുണ്ടാക്കിയ ആളാണ്,
അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പണങ്ങളൊക്കെ എന്ത് ചെയ്യുക, നശിച്ചു പോയിട്ട് ഞാൻ വലിയ പണക്കാരനായെങ്കിൽ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ പോസിറ്റീവ് എനർജി കൊടുക്കുന്നവർക്ക് ഈ ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരിക്കലും നേരെയാവാൻ കഴിയില്ല, സ്വയം നേരെയാവാൻ കഴിയില്ല. അതേപോലെ തന്നെ സ്വയം മനസ്സിൻ്റെ അകത്ത് അവർക്ക് നന്മയുണ്ടാവില്ല. അപ്പം ഇതേപോലെ മനസ്സിൻ്റെ അകത്ത് സ്വയം നന്മ ഇല്ലാത്തവർക്ക് മറ്റുള്ളവരെ ഇതേപോലെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയുകയില്ല തന്നെ. പറഞ്ഞു വന്നത്, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അസൂയ വയ്ക്കാതിരിക്കുക, വിദ്വേഷം പക ഉണ്ടാക്കാതിരിക്കുക, മനസ്സിൻ്റെ അകത്ത് എപ്പോഴും കരുണ ഉള്ളവനാവുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. എങ്ങനെ? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. അങ്ങനെ കരുണ കാണിച്ചാൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ ഉടമൻ, ആകാശത്തിൻ്റെ ഉടമ, ആകാശത്തിൻ്റെ അധിപൻ എന്തു ചെയ്യും? നിങ്ങൾക്ക് കരുണ ചെയ്യും. അപ്പോൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾക്ക് കരുണ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, പരമാവധി ആദ്യമായി നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ സ്വയം മനസ്സിൻ്റെ അകത്ത് നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാവുക. അതിന് നന്മകൾ ചെയ്യേണ്ടി വരും, തിന്മകൾ വർജിക്കേണ്ടി വരും. നല്ല സ്വഭാവത്തിനുടമയായാൽ മാത്രമാണ് മറ്റുള്ളവരെ നമുക്ക് നേർവഴിയിലാക്കാനും നല്ലൊരു നിർദ്ദേശങ്ങൾ കൊടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ.